പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയായ CPM നേതാവ് കെ മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാജിയെന്ന് മണികണ്ഠൻ വ്യക്തമാക്കി. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമായ മണികണ്ഠൻ പെരിയ കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, വൈകി വന്ന വിവേകമാണോ? ആര്യ, പെരിയ കേസിന്റെ വിധി വന്ന സമയത്ത് 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ ഒരാളാണ് കേസിലെ 14-ാം പ്രതിയായ കെ മണികണ്ഠൻ. ഈ ഇരട്ട കൊലപാതകം നടന്നതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും അവിടെ CPM മണികണ്ഠനെ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുന്നതും മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിക്കുന്നതും. എന്നാൽ ഇത്തരത്തിൽ ഒരു ശിക്ഷാവിധി ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സമരപരിപാടികളും അതോടൊപ്പം തന്നെ നിയമപരമായി നീങ്ങുമെന്നുള്ള ഒരു സൂചനകളൊക്കെ തന്നെ വന്നിരുന്നു. അതിന്റെ ഭാഗമായി ട്രിബ്യൂണലിലൊക്കെ തന്നെ പരാതികൾ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഈ 26-ന് ട്രിബ്യൂണൽ ഹിയറിംഗ് വിളിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മണികണ്ഠന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നീക്കമുണ്ടായത്. ആദ്യം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിട്ട് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. അതിനുശേഷം ഫേസ്ബുക്കിൽ വളരെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇടുകയുണ്ടായി. അതിന് പാർട്ടി തനിക്ക് മറ്റൊരു ചുമതല നൽകുന്നു, അതിന്റെ ഭാഗമായി പൊതുപ്രവർത്തനത്തിന്റെ മറ്റൊരു മേഖലയിലേക്ക് കടക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഒരു പക്ഷേ പാർട്ടിയുടെ കാസർകോട്ടെ ഇമേജ് സംരക്ഷിക്കുക എന്ന ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഇരിക്കാം ഒരുപക്ഷെ ഈ രാജി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ, ശരി.